ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താ? കൊട്ടാബൊമ്മാലി. കൊട്ടാബൊമ്മാലി. ഭയങ്കര പാടാണ് കേട്ടോ ഇവിടുത്തെ പേരൊക്കെ പഠിച്ച് പറയാന്ന് വെച്ചാ. അതെ, ഇനി നമ്മൾ പോകുന്നത് ബ്രഹ്മപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് 129 കിലോമീറ്റർ ആണ്, അതായത് ഒറീസ, നമ്മുടെ അടുത്ത സംസ്ഥാനമായ ഒറീസയിലെത്തും നമ്മൾ നേരം. അപ്പോൾ നമ്മള് അങ്ങനെ നമ്മുടെ യാത്ര ഇന്ന് തുടങ്ങുകയാണ് അല്ലേ. നല്ല സുഖമായി കിടന്നു തുടങ്ങി. ഇപ്പോൾ 16, 17, 18 ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ രാത്രിക്കത്തെ തണുപ്പ്. പകലത്തെ ചൂട് നല്ല ചൂടുണ്ട്, 28, 29 ഒക്കെ ഉണ്ട്. പക്ഷെ രാത്രിക്ക് അടിപൊളി കേട്ടോ. അപ്പൊ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ അമർത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇടാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ നിന്ന പമ്പ്. നായരുടെ പമ്പായിരുന്നേ, നയാറ പമ്പായിരുന്നു കേട്ടോ. കുഞ്ഞാൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ട്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം. സുഖാണോ? അല്ലേ, സുഖല്ല. ആന്തിട്ടിയേ സുഖല്ലാത്തെന്താ? കൊച്ചിന് നാണം വന്നടി. പറ ആൻസി, നമ്മളിതിനെ എന്തു പറയും? നയാര പമ്പ് എന്നാണ് ശരിക്കും പറയാം. പക്ഷെ ഞങ്ങളൊക്കെ പറയാം നായരുടെ പമ്പ് എന്നാണ് ഇനി പറയാം. പമ്പ്. എന്നാ ഞാനേ ഒന്ന് ഗ്ലാസ് ക്ലീൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് പോവാം. ഗ്ലാസ്സിൽ അലമ്പല്ലേ? അതെ. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ കുറേ ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല വീതിയും വണ്ണമൊക്കെ ഉള്ള ഒരു കല്ലുകളാണ്. കുറേ കല്ലുണ്ട്, അതേപോലെ തന്നെ റൗണ്ട് പീസിൽ കുറേ കല്ലുകൾ അതിങ്ങനെ അടുക്കി വെച്ചേക്കുന്നുണ്ട്. അപ്പം അത് വെച്ചിട്ട് അവിടെ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതൊന്ന് പോയി നോക്കാവേ നമുക്ക്. ഇതുണ്ട്, പശുക്കളൊക്കെ കണ്ടോ, വീടിൻ്റെ മുന്നിൽ പശുക്കൾ. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് കയറുന്ന സംഭവം. കൊള്ളാം, നമുക്ക് അവിടേക്ക് ഒന്ന് പോയി നോക്കാവേ. ഇതുണ്ടോ, ഇതാണ് ആ സംഭവം. കല്ല്, നമ്മുടെ അരകല്ലും പിള്ള അല്ല, ഇത് അരകല്ലും പിള്ള അല്ലല്ലോ, അമ്മിക്കല്ല്. അരകില്ലം പിള്ളയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇത് ഗ്രൈൻഡറാ. ഇങ്ങനെ കറക്കൂലേ, ആ സാധനത്തിന്റെ ആണ് ഇത്. പകുതി ആയിട്ടുള്ളൂ, പകുതി പണി കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ. അതേപോലെ തന്നെ ഇപ്പുറത്ത് നമ്മുടെ കൊത്തി റെഡിയാക്കി വെച്ചേക്കുന്ന അല്ലേ. ഇനി അത് റെഡിയാക്കി എടുക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ നമ്മളിപ്പോ ഇടിക്കുന്ന കല്ലുണ്ടല്ലോ, ഇടിക്കല്ല്. ഇത് കണ്ടോ, നമ്മുടെ ഇടിക്കല്ലാണ് കേട്ടോ ഈ കാണുന്നത്. അവരത് കൊത്തി ശരിയാക്കി കേട്ടോ. അവിടെ ഒരു ചേട്ടൻ നമ്മുടെ നാട്ടിൽ വരുന്ന സാധനം അല്ലേ. അതെ, ഇത് നമ്മുടെ നാട്ടിൽ വരുന്ന സാധനം. കുഞ്ഞാറ്റെ കയ്യില് കാലാന്ന് വീഴും. നമ്മുടെ നാട്ടിലെ കൂടുതൽ ആൾക്കാരും ബിരിയാണിക്ക് വെയിറ്റ് വെക്കുന്ന ഈ സാധനം. അത് മാത്രല്ല, ഇതില് മസാലയൊക്കെ വെച്ചിങ്ങനെ ഇടിക്കുമല്ലോ, ആ സാധനം കേട്ടോ. നമുക്ക് അവിടെ പോയി നോക്കാവേ. ണ്ടോ ഉള്ളി വെച്ചിട്ട് കറക്റ്റ് ആ ലെവലിൽ ചെയ്യുന്ന എന്ത് സ്പീഡിലാണ് ചെയ്യുന്നത് നോക്കിയേ. ഭയങ്കര പണിയല്ലേ ശരിക്കും. പിന്നെ ഇതൊക്കെ അപ്പൊ എങ്ങനെയാ പോളിഷ് ചെയ്യുമായിരിക്കുമോ? പോളിഷ് ചെയ്യും, അങ്ങനെ എന്തെങ്കിലും ഇനി ഉരച്ച് പോളിഷ് ചെയ്യാൻ വേണ്ടിയുള്ള കേട്ടോ. ഇതൊക്കെ നമ്മുടെ പഴയ ഫുള്ള് ആക്കി വെച്ചേക്കുന്ന സാധനങ്ങളാണ്. സംഭവം കൊള്ളാം. ഇത് നമ്മുടെ ഇങ്ങനെ ഇത് മറ്റേ ഇത് അതല്ല, അരി കരിക്കുന്ന ഇതിന്റെ ആ ഒരു ഫിനിഷിംഗ് ഉണ്ടോ അല്ലേ, പൊളിച്ച് ഫിനിഷിംഗ് ആണ് ഒരു രക്ഷയില്ലാത്ത. അപ്പൊ നമുക്ക് അങ്ങനെ പോവാ അല്ലേ. അതെ, ഫിനിഷിംഗ് ആണ് കാണുന്നത് അല്ലേ. പുകയാണേ പുള്ളി ഇരിക്കുന്നവർക്ക്. ഓ, അവിടെ തീ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അയ്യോ, ഉള്ളിൽ തൊട്ട് വേഗം കിടന്ന്. അയ്യോ, അതിന്റെ വാലൊക്കെ കിടക്കുന്ന ആ തീയില. അതിനില്ലാത്ത വിഷമം നിനക്ക് എന്തിനാ? ഇവിടെ ഇവര് വണ്ടികളൊക്കെ നിർത്തുന്ന സ്ഥലം, വേഗം പോയേക്കാം. ഇതുണ്ടോ, ഇവിടെയൊക്കെ കല്ലുകൾ ഇങ്ങനെ കുറേ നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കല്ലുകൾ കണ്ടപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചത്, പെട്ടെന്ന് എന്താ സംഭവം എന്ന് നോക്കിയപ്പോഴാണ് അത് കാണുന്നത് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു നമ്മൾ ഈ നിലത്തിടുന്ന കല്ലുണ്ടല്ലോ, അതായിരിക്കും. ആ കല്ലല്ല. അതേപോലെ തന്നെ ഈ മറ്റേ നമ്മുടെ സൈഡ് അതിരുകല്ലുണ്ടല്ലോ, അതിരുകല്ലും ഒക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പൊ നമുക്ക് പോവാം അല്ലേ. അപ്പൊ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് പച്ചക്കറി മേടിക്കാൻ വേണ്ടി മതി കേട്ടോ. പച്ചക്കറി വാങ്ങാൻ വേണ്ടിട്ട് അത്രയൊക്കെ വേണോ? അത്രയൊക്കെ ഇരുന്നാ ചീഞ്ഞു പോകും ചിലപ്പോ. അല്ല, അത് 1/2 കിലോയേ ഉള്ളൂ. ആണോ? ഇനി അങ്ങോട്ട് ഇട്ടോന്നോ. പിന്നെ തക്കാളി വേണ്ട, തക്കാളിയും വേണം, ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചിയും. വെളുത്തുള്ളിയുണ്ട്. മല്ലിയിലേന്റെ ആവശ്യം വരുന്നില്ലല്ലോ. അത് കപ്പയാണോ ഏട്ടേ? അത് കപ്പയല്ല, കാച്ചില്. കാച്ചിലാണല്ലേ. ഞാൻ പെട്ടെന്ന് ഒരു കപ്പ ആണോന്ന് വിചാരിച്ചു പോയി. ഇവിടെയൊക്കെ അതുപോലെ പച്ചക്കറിയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്താന്ന് മനസ്സിലായോ? ഇത് ഫുള്ള് ഗ്രാനൈറ്റ് മുറിച്ചെടുക്കുന്ന കേട്ടോ. ഇവിടുത്തെ പാറയും മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലാന്ന് ഓർക്കണം.
അല്ലേ? അതെ, എന്റെ ഒരു വിചാരം ഈ രാജസ്ഥാനി മാത്രമേ ഇതൊക്കെ ഉള്ളൂ എന്നാണ്. ആന്ധ്രയിലും ഉണ്ട്, ആന്ധ്രയിലും ഉണ്ട്. അതിന്റെയൊക്കെ മേളുഭാഗം കണ്ടോ, മുറിച്ച് ഇറക്കിയേക്കുവാ. അപ്പൊ ഇനി ഇതൊരു 4-5 വർഷം കൂടി കഴിഞ്ഞ് ഈ സാധനം തീരുമല്ലോ ഈ പാറ. അപ്പത്തേക്കും കാശുകാരാവും അവര് കാശുകാരാവും. ഈ ഏരിയ മൊത്തം ഒന്ന് വെളുക്കും. അത്രേ ഉള്ളൂ. അവിടെ പൂട്ടുന്നുണ്ടോ? അല്ല, ഇനിയിപ്പോ എന്താ അറിയോ, അതിന്റെ അടിയിലേക്ക് കുറെ പൂട്ടാനുള്ള ഏരിയ കിട്ടുമായിരിക്കും. എന്നാ പോവാ. അപ്പൊ ഞങ്ങളങ്ങനെ നമ്മുടെ ഒറീസ എത്തുന്നതിന് മുമ്പ് എന്താ അമ്പുരം എന്ന് പറയുന്ന ഒരു വില്ലേജിന്റെ സൈഡില് ഇത് മാർക്കറ്റാണ് കേട്ടോ. മാർക്കറ്റ് ദിവസമാണ്. അപ്പൊ ചെറിയൊരു മാർക്കറ്റ്, ചെറുതല്ല, അത്യാവശ്യം വലിയൊരു മാർക്കറ്റാണ്. അപ്പൊ അത് കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. അപ്പൊ അത് ആൻസി കൊച്ചു കണ്ട ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ചെറിയൊരു കയ്യബദ്ധം, അതാണ് സംഭവം. അപ്പൊ എന്തായാലും നമുക്ക് മാർക്കറ്റിലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് ചന്തയാണ് കേട്ടോ. ഫുള്ള് തിരക്കാണേ. ഇത് അതേപോലെ തന്നെ അവിടെയും ഫുള്ള് ചന്തയാണേ. നമ്മളിപ്പോ ഇവിടെ ഇറങ്ങാനുള്ളൊരു മെയിൻ കാരണം കൂടി ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളതുകൊണ്ട് മേടിക്കാറോ, അത്രേ ഉള്ളൂ. ഈ കോളിഫ്ലവർ ഒക്കെ കണ്ടോ, ഇതൊക്കെ ഇവിടുത്തെ കർഷകർ തന്നെ കൃഷി ചെയ്യുന്നതാണ്. കൃഷി ചെയ്ത് കൊണ്ടുവന്ന് വിൽക്കുന്ന. ഇതിന്റെ കാബേജിന്റെ ഒക്കെ വലിപ്പം കണ്ടോ, അടിപൊളി അല്ലേ? ക്യാബേജ് ഒക്കെ ഭയങ്കര വലിപ്പം കേട്ടോ. ക്യാബേജ്, കോളി. അല്ല, നമുക്കിപ്പോ ഉള്ളിലേക്ക് ഇറങ്ങണോ? നമുക്ക് അങ്ങോട്ട് പോവാം. കപ്പ പാത്രങ്ങള്. പോത്തുണ്ടായിരുന്നെ കപ്പയും കൂടി വാങ്ങായിരുന്നല്ലേ? കുറച്ചും കൂടെ ഉറക്കെ പറയോ? ഇവിടെ ഒന്നും കുഴപ്പമില്ല. നമുക്കൊരു വാക്കത്തി മേടിച്ചാലോ? ഈ തേങ്ങ പൊട്ടിക്കണെങ്കിലേ ചേച്ചിന്റെ ഇത് കണ്ടോ, വാഴക്കായ. നമ്മള് മാർക്കറ്റിന്റെ നേരെ ഉള്ളിലേക്ക് പോകട്ടോ. രണ്ട് സൈഡിലും ഫുള്ള് മാർക്കറ്റിന്റെ സാധനങ്ങളായതുകൊണ്ട് എല്ലാവരും നമ്മളെ വിളിച്ചോണ്ടേയിരിക്കും. ഇത് ചീര ഐറ്റംസ് ആണ്. ക്യൂട്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ക്യൂട്ട് പട്ടിക്കുട്ടി അല്ലേ കുഞ്ഞേട്ടെ? പട്ടിക്കുട്ടി. രണ്ട് സൈഡിലും ഫുള്ള് സാധനങ്ങളാണ് കേട്ടോ. വിത്ത് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. വിത്ത് ഐറ്റംസ് ഇവിടത്തേക്ക് വിത്തൊക്കെ ആണെങ്കിൽ നല്ല നല്ല വിത്തായിരിക്കും. ഇതില് കർപ്പൂരമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനം ഉണ്ടായിരുന്നെങ്കിലേ വണ്ടിയിൽ ഇത് തൂക്കുന്നൊന്നും ഇവിടെ ഇല്ല. കർപ്പൂരം ഒന്നുമില്ല. ഫുള്ള് സാധനങ്ങളാണ് കേട്ടോ. എന്തെങ്കിലും ആവശ്യമുള്ളതുണ്ടെങ്കിൽ മേടിച്ചോട്ടോ. നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനത്തെ മാർക്കറ്റുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ? നമുക്ക് ചില സ്ഥലങ്ങളിലുണ്ട്. ഉണ്ടല്ലേ? അത് നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലൊന്നും ഇല്ല. നമ്മുടെ നാട്ടിൽ എല്ലാ ദിവസവും ഒരേപോലെ. ഞായറാഴ്ച ചന്ത എന്ന് പറഞ്ഞ ചന്തയൊന്നുമില്ല. മുള്ളങ്കീന്റെ ഒക്കെ വലിപ്പം നോക്ക്. മറ്റേ വഴുതനങ്ങ ഉണ്ടോ? വഴുതനങ്ങേന്റെ കുഴപ്പമുണ്ടോ? ഇവിടുന്ന് അതേപോലെ തന്നെ ഫുള്ള് സാധനങ്ങൾ കേട്ടോ. നമ്മുടെ വാഴപ്പിണ്ടി വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ടോ? വാഴപ്പിണ്ടിയൊക്കെ ഫുള്ള്, അതൊക്കെ നല്ല സാധനങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഫുള്ള് മാർക്കറ്റിന്റെ സാധനങ്ങൾ മാത്രമാണ് കേട്ടോ. ഇവിടെ മഞ്ഞപ്പൊടി, മുളക് പൊടിയൊക്കെ ഇരിക്കുന്നുണ്ടോ? ആ മഞ്ഞപ്പൊടിന്റെ മുളക് പൊടിന്റെ ഒക്കെ കുത്തൊക്കെ അങ്ങ് പോവുമല്ലോ. അതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോഴേ അതിന്റെ കുത്തൊക്കെ അങ്ങ് പോവുമല്ലോ. ഇതൊക്കെ ഇല ഐറ്റംസ് മാത്രം. അതും എല്ലാം നല്ല ഇലകളായിരിക്കും കേട്ടോ. ഇതുണ്ടോ, ഇതിന്റെയൊക്കെ ഇല ഉണ്ടോ? ചീര ഉണ്ടോ? മല്ലിയില. മല്ലിയിലൊക്കെ ഫ്രഷ് മല്ലിയില. നല്ല മണം അല്ലേ? നല്ല മണം. ഫുള്ള് പച്ചക്കറിയല്ലേ കൂടുതലും. പച്ചക്കറിയാന്നുള്ള നിന്റെ പരാതി അങ്ങ് തീർന്നില്ല. എടി ഇവിടെ ഈറ്റ ഒക്കെ വിൽക്കുന്നുണ്ട്. ഈറ്റ, ഇല്ലി അല്ലേ? അതുകൊണ്ട് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കുമായിരിക്കും. നോൺ വെജ് ഉണ്ട്. ഉണക്കച്ചെമ്മീനുണ്ട്, ഉണക്കമീനുണ്ട്, വളർത്തുമീനൊക്കെ ആണല്ലോ കൂടുതൽ അല്ലേ? ഉണക്കമീനൊന്നും വളർത്തുമീൻ. ഇത് കടൽ മീനാണോ? എനിക്കറിയില്ല. ചേച്ചി ചെകളൊക്കെ പൊളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അയ്യോ, അവരെ മീനുകളൊക്കെ ഇരിക്കണതൊക്കെ കുഞ്ഞാറ്റേന്റെ വലിപ്പം ഉണ്ടല്ലേ? കുഞ്ഞാറ്റയ്ക്ക് വലിപ്പം കുറവാണെങ്കിലേ ഉള്ളൂ. നമ്മുടെ കുറേ ഐറ്റംസ് കിട്ടോ. കുഞ്ഞാറ്റയ്ക്ക് 24 മണിക്കൂർ ഏകം പറയാനുള്ള ഒരു കാര്യം, നടക്കാൻ കഴിയില്ല. ഇതിന്റെ ഉള്ളിൽ കടയുണ്ടടി. എന്താ കട? തട്ടുകട. ഇതൊക്കെ ഫുള്ള് മീനുകളാട്ടോ. മീനുകളുടെ ഇടയിൽ ഒരു ചേട്ടനെ കണ്ടോ? അതൊരു മീനാണ്. ഇതിപ്പോ വേറെ കാര്യം ഞാൻ പറയട്ടെ. അതായത് ഇതിപ്പോ ചന്താന്നോ ബസ് സ്റ്റാൻഡിന്നോ റോഡൊന്നും ഇല്ലാത്തൊരു സമ്പ്രദായം. അവിടെ കിളിമീൻ ഇരിക്കുന്നു. കിളിമീനുണ്ട്. അയല ഉണ്ടായിരുന്നു, ഇച്ചിരി മേടിക്കായിരുന്നല്ലേ? അയലൊന്നുമില്ല. ഇവിടെ ഉണ്ട് എന്തൊക്കെയോ മീൻ. കിളിമീനുണ്ട്, പിന്നെ വേറെന്തോ ഒരു മീനും കൂടി ഉണ്ട്. അത് എന്താന്നറിയില്ല. നമ്മളിങ്ങനെ മേടിക്കാൻ വേണ്ടല്ലോ, നമുക്ക് നന്നാക്കാൻ ഇതുള്ള എളുപ്പമുള്ള മീൻ വേണം. എന്താണെന്നറിയോ? അതെ, പെട്ടെന്ന് നന്നാക്കി ചെയ്യണ്ടേ.
അതെ ഇതേ ചെമ്മീൻ. ഇവര് മണലിലിട്ടേക്കുന്നത് അതെനിക്ക് തോന്നുന്നു നാശാവാതിരിക്കാനാണോ. ചെമ്മീനൊക്കെ നന്നാക്കിയിട്ട് എങ്ങനെ എടുക്കാനാ പൊന്നുട്ടാ. അതല്ല ഇതിലുള്ള മെയിൻ ഒരു കാര്യം എന്താണെന്നറിയോ? മത്തി, ഇത് ചെമ്മീൻ, ഞണ്ട്. മത്തി, ഇത് മത്തിയാണോ? ഇതില് മെയിൻ ഒരു പ്രത്യേകത എന്താ അറിയോ ആൻസിക്ക്? ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ ആരുടെ അടുത്തും ഗൂഗിൾ പേ, ഫോൺ പേ ഒന്നുമില്ല. പൈസ തന്നെ നാടമ്പുറത്തെ അത് കിടക്കണ വരാല് അല്ലേ? വരാലല്ലേ? ഓഹോ പെടക്കിന്. ഒരു അടിയായി തോന്നുന്നല്ലേ. വരാലുകൾക്കൊന്നുമേ വയ്യാക്കി ഇരിക്കാൻ കഴിയില്ല അല്ലെ. കഴുകി വൃത്തിയാക്കുക. ഇപ്പൊ ചാടിപ്പോ. ഇത് മുഷി ഉണ്ടോ? ജീവനോടെ വിൽക്കുന്ന ജീവനോടെ കേട്ടോ. മുഷിയാണ്. ഞങ്ങള് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ കുറച്ച് മാറിയൊരു സ്ഥലം കണ്ടു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടന്നു നോക്കിയതാട്ടോ. പന്നിയിറച്ചിയാണേ. ഈ ഒരു മാർക്കറ്റിന്റെ അടുത്തുനിന്ന് കുറച്ച് മാറിയിട്ടാണ് കേട്ടോ അവര് നിക്കുന്നേ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് എന്താ അവര് മാറി നിക്കുന്നതെന്ന് വിചാരിച്ച് വന്നു നോക്കിയതാ. സംതിങ് സ്പെഷ്യൽ ആണെന്ന് വിചാരിച്ച് പോയപ്പോ പന്നീർച്ചി ഞങ്ങൾ പോത്താന്ന് വിചാരിച്ച. പന്നീർച്ചി ഞാൻ കഴിക്കില്ല, ചേട്ടേ കഴിക്കും. അപ്പൊ പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വാങ്ങിക്കുന്നില്ല. ബുദ്ധിയുള്ള ഒരു ചായക്കടക്കാരെ കാണിച്ചരാവേ. ഇത് കണ്ടോ, മാർക്കറ്റിന്റെ ഉള്ളിലാണ് ഇവര് കുക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് വേറൊരു കാര്യം എന്താ അറിയോ? ഇവിടെ വന്ന് സാധനങ്ങൾ മേടിച്ച് മടുത്തവർക്ക് അല്ല, അത് മാത്രമല്ല സാധനം വിൽക്കാൻ വരുന്നവരുണ്ടല്ലോ, അവര് രാവിലെ വരുന്നതായിരിക്കില്ലേ, മടുത്ത് ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ഇതിലെ കയറാം, കഴിക്കുകയും ചെയ്യാം. ഇതിലെ കയറിയിട്ടേ നമുക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ തന്നെ നമുക്ക് പൈസ ആയിട്ട് എടുക്കണം. ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ട് പൈസ എടുത്തിട്ട് വരാം. ഓക്കെ, ഇതുണ്ടോ കയർ ഐറ്റംസ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു പശുവിന്റെ ഇവിടെ പശു കൃഷിക്കാരൊക്കെ കൂടുതലായതുകൊണ്ടേ അതിന്റെ ഞാൻ തോന്നുന്നു. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഫുള്ള് ഇതൊക്കെ കണ്ടപ്പോഴേ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എന്താ വാങ്ങണ്ടേ കുഞ്ഞാ? എന്താ വേണ്ട കൊച്ചിന്? ഇത്രയും സാധനം കണ്ടപ്പോ എന്താ ചെയ്യണ്ടേ? പാത്രങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അലുമിനിയം പാത്രങ്ങളൊക്കെ ഉണ്ട് അല്ലേ? കുഞ്ഞാറ്റ് ആലോചിക്കും. നല്ല ചട്ടി. ഇത് ചട്ടിയല്ല കേട്ടോ, അടുപ്പാണത്. ഓക്കെ, കൊറേ വേറെ ചട്ടികൾ. മറ്റേ നമ്മുടെ റൗണ്ട് സാധനം. അങ്ങനെ ഒരു വിധത്തിൽ ആ ചന്തയുടെ ഉള്ളിൽ ഞങ്ങൾ പുറത്തോട്ട് നിർത്തിട്ടോ. കുഞ്ഞാറ്റയ്ക്ക് കുറച്ച് സാധനങ്ങൾ, കുഞ്ഞാന്റെ കുറച്ച് ക്ലിപ്പ് അതും സാധനങ്ങളൊക്കെ വാങ്ങിയ മുഖം അവിടെ തെളിഞ്ഞ് ഇതൊക്കെ തലയും കുത്തി കണ്ടാ മതി. അത് ഒരെണ്ണം രണ്ടെണ്ണമല്ല, ഒരു സെറ്റ് അങ്ങനെ ഇവിടെ എടുത്തിട്ടുണ്ട്. കൊള്ളാല്ലേ കുഞ്ഞാറ്റെ? കുഞ്ഞാറ്റയ്ക്ക് ഇഷ്ടപ്പെട്ട അതാട്ടോ, അതുകൊണ്ട് അത് എടുത്തു. ഇപ്പൊ തന്നെ പൊട്ടിക്കുവാണോ? നമ്മുടെ പഴയ കാല ഏണി ഉണ്ടോ? ഏണിയല്ല, കോണി. ആ ഏണിന്ന് പറയില്ലേ? അങ്ങനെയും പറയും. ഇവിടെ നമുക്കെന്നാ കുറച്ച് കോഴി മേടിച്ചാലോ? നമ്മളെ വെറൈറ്റി പിടിക്കാൻ പോവാ. കോഴിയും കപ്പയും. അങ്ങനെ ഞങ്ങള് അമ്പുരം മാർക്കറ്റിൽ നിന്ന് ഞങ്ങള് വണ്ടിയിലെത്തിട്ടോ. ഞങ്ങൾ കുറച്ച് കപ്പയും ചിക്കനും വാങ്ങി. അപ്പൊ നമുക്ക് അത് കുക്ക് ചെയ്യാം. അപ്പൊ ഇനി നമ്മള് ഇപ്പോഴും ചിലർക്ക് ഒരു അഭിപ്രായം ഉണ്ട്, നമുക്ക് നമ്മുടെ ചായന്റെ കളർ കണ്ടിട്ട് ഞങ്ങൾക്ക് ചായ ഇടാൻ അറിയില്ല. പക്ഷെ നമ്മൾ ചായ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി കടുപ്പം കുറച്ച് കൊടുക്കുന്നതാണ്. ഞങ്ങൾ ഈ ട്രാവലിങ്ങിന്റെ ഇടയ്ക്ക് ഓവർ കടുപ്പൊന്നും കുടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പൊതുവെ എനിക്ക് കടുപ്പത്തിനോട് വലിയ താല്പര്യമുള്ള ഒരാളും അല്ല. അതെ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല, ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും. അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാതെ പോലും ഞങ്ങൾക്ക് കുക്കിംഗ് അറിയില്ല എന്ന് പറയുന്ന ചേട്ടനെയൊക്കെ എന്താ ചെയ്യാ? പറയാനില്ല. അവര് നമുക്കൊന്നും നമ്മൾ കമന്റ്സ് ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ട്രിപ്പിൽ ഞങ്ങൾ മറുപടി കൊടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മള് കഴിക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒരു ഫോട്ടോയിലൂടെ ചിലപ്പോൾ നല്ല കളർഫുൾ ആയിട്ടിരിക്കുന്ന ഫുഡ് കാണുമ്പോൾ അത് നല്ലതാന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അത് കഴിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ ഗുഡ് ആയിരിക്കില്ല, ചിലപ്പോൾ ബാഡ് ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില സാധ്യതകൾ ഉണ്ടാവാം. അപ്പൊ നമ്മുടെ അടുത്ത് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം കേട്ടോ. ഞാൻ തന്നെ കുക്ക് ചെയ്ത് തരും. ഞങ്ങൾ തന്നെ കുക്ക് ചെയ്ത് തരും. ഇതിപ്പോ നമ്മളെ പരിമിതമായ സ്ഥലത്ത് പരിമിതമായ രീതിയിൽ ഉണ്ടാക്കുന്ന ഫുഡാണ്. അതുമല്ല, ഞങ്ങൾക്ക് എല്ലാ ഫുഡും ഉണ്ടാക്കാൻ അറിയുന്നത് ഞങ്ങൾ പറയില്ല. അറിയാവുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി തരും. അതന്നെ, അറിയാവുന്ന ഒന്ന് രണ്ടെന്നല്ല, ഓൾവേസ് വെൽക്കം. അതെ, ഞങ്ങൾ വീട്ടിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. അങ്ങനെയുള്ള കമന്റ്സ് ഇടുന്നവരും അല്ലാത്തവരെയും ക്ഷണിക്കുന്നു. അല്ല, ഇങ്ങനത്തെ കമന്റ്സ് ഇടുന്നവരെ ഞങ്ങൾ ഒന്നും കൂടി ക്ഷണിക്കുന്നു. അപ്പൊ നമുക്ക് പോവാം. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒറീസയിൽ കൂടിയാണ് കേട്ടോ. ഇനി കുറച്ച് അവിടത്തേക്ക് ഒറീസ ഒന്നും കൂടി ഇറങ്ങും, എന്നിട്ട് പിന്നെയും കേട്ടോ. എന്താണോ എന്തോ ചെമ്പാണോ തോന്നുന്നു. വണ്ടി മോഷ്ടിച്ചാലോ? വണ്ടി മോഷ്ടിച്ച നല്ലൊരു പൈസ.
അത് ഒറീസ കേറിയപ്പോ തന്നെ ഫുള്ള് പമ്പുകളാട്ടോ. ആ പമ്പിലൊക്കെ എഴുതി വെച്ചേക്ക ഒഡീഷ പമ്പ്, ഒഡീഷ. അതെന്തിനായിരിക്കും? പക്ഷെ ഇതില് അതെന്താ ഒറീസ ഒന്ന് കേറിയിട്ടൊന്ന് ഇറങ്ങുമല്ലോ, അത് പക്ഷെ ഇത് ഒറീസ തന്നെയാണെന്ന് അറിയിക്കാൻ വേണ്ടിട്ടായിരിക്കും. ആന്ധ്രാപ്രദേശില് 110 രൂപയാണ് പെട്രോൾ വില. അതെ, ഒറീസ പമ്പ് 102 രൂപയുള്ളൂ. അവിടെ അതിലും നായരുടെ പമ്പിൽ 1 രൂപ പിന്നെയും കുറവുണ്ട്. ഇപ്പൊ ലോറിക്കാരൊക്കെ ഫുള്ള് പെട്രോൾ അടിച്ചിട്ടേ പോകുള്ളൂ. ഇവിടെ റേറ്റ് കുറവല്ലേ? ഇവിടെ റേറ്റ് കുറവുണ്ട് ഒഡീഷയില്. നമുക്ക് പെർ ലിറ്റർ ഡീസലാണ് മോളെ 1 രൂപ കുറവ്. ഓ ആണോ? ചതിച്ചല്ലോ നാദാ. 1 രൂപ കുറവെന്ന് കണ്ടപ്പോ അതും 50 ലിറ്ററിന്റെ മേളിൽ അടിക്കണം. ഇവര് ഇതൊന്നും അപ്പുറത്ത് എഴുതി വെച്ചില്ലല്ലോ. അത് ഇവർക്ക് വേണ്ടിട്ടായിട്ടേ. അതെ, നമ്മള് 2 പ്രാവശ്യം അടിച്ച 50 ലിറ്ററിന് മേളിലാണ്. അങ്ങനെ മതിയെന്ന് ചോദിക്കണം. നമുക്ക് ഇവിടുന്ന് ആവശ്യത്തിന് വെള്ളവും കൂടി എടുത്തിട്ട് പോവാം. വെള്ളം ഉണ്ടോന്ന് നോക്കിയേ. വെള്ളം ഉണ്ടോ അവിടെ? അവിടെ. ഓക്കെ. ഇവിടെ 102 രൂപയാണ് കേട്ടോ. 102 രൂപ 78 പൈസ. അങ്ങനെ നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ അടുത്ത സംസ്ഥാനം കയറിയിരിക്കുകയാണ് കേട്ടോ, ഒഡീഷ. ഭുവനേശ്വറിലേക്ക് 182 കിലോമീറ്ററും കൂടിയുണ്ട്. ഇനി ഇവിടെ എവിടെയെങ്കിലും സൈഡ് ആയത് കുക്ക് ചെയ്യാല്ലേ? അതെ. വീടിന്റെ സൈഡില് ഫുള്ള് വീടുകളാണ്. വീടിന്റെ സൈഡില് വീടല്ല, റോഡിന്റെ സൈഡില്. അവിടെ നെല്ല് ഉണക്കാനിട്ടേക്കുവാ. നോക്കിയാ നെല്ല് തന്നെയാണോ? നെല്ല് തന്നെയാണ്. നെല്ലാകുമ്പോ ചാക്ക് കണക്കിന് അവിടെ ഇങ്ങനെ ഉണക്കിയിട്ട് എടുത്തും വെച്ചിട്ടുണ്ട്. ഇതിരുന്ന് തിന്നുന്നുണ്ടോ? പ്രാവ് ഇരുന്ന് തിന്നുവാ. റോഡ് സൈഡില് ഫുള്ള് നെല്ല് തന്നെയാട്ടോ. ഇപ്പുറത്തെ റോഡിന്റെ അപ്പുറത്ത് ഇട്ടിട്ട് അവര് ഫുള്ള് ഉണക്കുക. അതിന്റെ എന്തോരാണ് ചാക്ക് കണക്കിന് അട്ടി ഇട്ട് വെച്ചിട്ടുണ്ടേ ഉണങ്ങിയിട്ട്. സംഭവം കൊള്ളാം. അതിനിടയ്ക്ക് കുമ്മനടിക്കാൻ ഓരോരുത്തന്മാർ ഇവിടെ വന്ന് തിന്നുന്നുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ ഇവിടുന്ന് പറന്നുപോയി. ഒരു പ്രാവ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഇതെന്താ? അമ്മ ഉണ്ടാവുന്നു അവിടെ ഒരു പ്രാവ്. അപ്പൊ അമ്മ വന്ന് കണ്ടപ്പോ അതങ്ങ് പോയി. അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ടൗണിന്റെ പേര് ഗിരിസോള എന്നാണ് കേട്ടോ. ഗിരിസോള എന്ന് പറഞ്ഞ ഒരു ടൗണിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ടൗൺ കേട്ടോ. ഉള്ളിലേക്കാണ് ഗ്രാമങ്ങളെന്നൊക്കെ തോന്നൂലേ. നമ്മള് സാധനങ്ങളെല്ലാം മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും ഇറങ്ങി ഒന്ന് കുക്ക് ചെയ്താൽ മതി. ഇനി അടുത്ത എന്താ പറയാ ടാസ്ക്, സ്ഥലം കിട്ടുക എന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇറങ്ങി. അയ്യോ, അതിനെ കുറിച്ച് പറയണമെന്നില്ല. അതെ, ഇവർക്കൊന്നും എവിടെ ചിന്തിക്കുന്ന അവിടെ ശൗചാലയമാണ്. എന്ത് ശരിയല്ലേ കേട്ടോ. അത് യാര് പറഞ്ഞാലും അത് സൂപ്പറാ ഇருக்கு. അതെ, അത് കേരളം വിട്ടാ പിന്നെ അത് തന്നെ സ്ഥിതി. ഇപ്പൊ നമ്മള് റോഡ് സൈഡിലൊക്കെ ഫുള്ള് കണ്ട സാധനം ഒരുപാട് ഇരിക്കുന്നുണ്ട്. ബോഗെയിൻ വില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വീടിന്റെ മുറ്റത്തും ഒരു ബോഗെയിൻ വില്ലയെങ്കിലും ഇപ്പൊ ഉണ്ട്. ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തില്ല കേട്ടോ, സത്യസന്ധമായിട്ട് പറയാലോ. ഏകദേശം എല്ലാ കളറുകളും ഉണ്ട്. ഒരു ചട്ടിയിൽ തന്നെ നിറച്ച് പൂക്കളായിട്ട് നിൽക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളർ ഏതറിയോ? വൈറ്റ്. അടിപൊളിയാണ്. സമാധാനത്തിന്റെ ആളാ. പക്ഷെ എന്നെ കണ്ട അങ്ങനെ ആരും പറയുന്നില്ല, അതാണ് വേറൊരു പ്രശ്നം. സമാധാനായി. അത് മാത്രമല്ല കേട്ടോ, എല്ലാ ചെടികളും ഉണ്ട്. വേറെ ഉള്ളിലേക്ക് കുറെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബോഗെയിൻ വില്ല കണ്ടു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ബോഗെയിൻ വില്ല കാണിക്കാനുള്ള ഒരു ആക്രാന്തം കൊണ്ട് അത് മാത്രം കാണിച്ചു പോയതാട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. ഇത് കഴിഞ്ഞ് ഈ മരങ്ങളുടെ ചോട്ടിൽ നല്ല അടിപൊളി ഒരു സ്ഥലം കിട്ടി. അവിടെയാണ് നമ്മുടെ ഹൈവേ വരുന്നത്. അതേപോലെ തന്നെ ഇങ്ങോട്ടൊക്കെ വീടും കാര്യങ്ങളൊക്കെയാണ്, താമസമാണ് ആൾക്കാർ. ആ ഒരു ധൈര്യത്തിലും കൂടിയാണ് ഇറങ്ങിയത്. അതിലൊന്നും തൊടണ്ട, ചെളിയുണ്ട് വണ്ടിയിൽ. ലൗച്ചിന്നം വരച്ചു നോക്കാം എല്ലായിടത്തും. ആൻസി നിന്റെ അഴയോ? വെള്ളം വീണല്ലോ ഇവിടെ. ഇതെന്താ അഴയോ? വെള്ളം. ഒയ്യോ, വെള്ളം നമ്മളിപ്പോ ടാങ്കിൽ നിർത്ത വെള്ളാട്ടോ. പിന്നെ റെക്സിനായതുകൊണ്ട് തുടച്ചങ്ങ് പൊക്കോളും. അപ്പൊ നമുക്കിനി എത്രയും പെട്ടെന്ന് കപ്പയും ചിക്കനും വെക്കാം. ഇനി കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം അല്ലേ. ഇതൊക്കെ എല്ലാവർക്കും വെക്കാൻ അറിയുന്ന സാധനമല്ലേ. നമ്മളുള്ള സാധനം വെച്ച് ഉള്ളതുപോലെ ഉണ്ടാക്കുന്നു. തുണി ഉണങ്ങാൻ എന്താ ചെയ്യാ? ഇവിടെ എവിടെയെങ്കിലും ഇടാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് വെയിലും കൂടി അടിച്ചാ അല്ലേ. അപ്പൊ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് ഞങ്ങൾ ഗ്യാസ് ഊറ്റി പുറത്തേക്ക് ആക്കിട്ടോ. അടിപൊളി. അപ്പോൾ അത് ആൻസിയുടെ കപ്പ കൊത്തി നുറുക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ആദ്യം കപ്പ അങ്ങ് വേവിക്കാം. അത് കഴിഞ്ഞ് ചിക്കനും പരിപാടികളൊക്കെ ചെയ്തിട്ട് പോവാം അല്ലേ. പെട്ടെന്ന് ആക്കാട്ടോ, നമുക്ക് ഇന്ന് ടൈം തീരെ ഇല്ല. അങ്ങനെ നമ്മുടെ കപ്പ റെഡി ആയിട്ടോ. അടിപൊളി കപ്പ. അതായത് ഈ കപ്പ ഉണ്ടല്ലോ, നല്ല മറ്റേ മുഴനഞ്ചൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി കപ്പ ബിരിയാണി ഉണ്ടാക്കിയുണ്ടല്ലോ. പന്നി വെട്ടിയോടത്ത് ഞാൻ പോയപ്പോ കപ്പ ബിരിയാണി വെക്കാന്നാ ഞാൻ വിചാരിച്ച. പന്നിയാന്ന് ഓർത്തില്ല, പോത്തായിരുന്നു.
ഇടയ്ക്ക് ഇച്ചിരി കപ്പ എടുത്തോണ്ട് പോയിട്ട് അവിടെ നിന്ന് കഴിക്കുവാണേ. ലോകത്തിലെ ആദ്യത്തെ സംഭവമാണ്. പാത്രത്തിലേക്ക് മാറ്റിക്കുന്നത് നമുക്ക് ചിക്കൻ കറി കുക്കറിൽ തന്നെ വെക്കാലോ. അപ്പൊ അങ്ങനെ നമ്മുടെ കപ്പ ഇവിടെ റെഡിയായി. മഞ്ഞ പാത്രവും മഞ്ഞ കപ്പയും. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവി പറക്കുന്നു. ഇച്ചിരി ചാറൊഴിച്ചേ, എന്നിട്ട് നല്ലതാണോ എന്നൊന്ന് പറഞ്ഞാൽ മതി അല്ലേ? ഓ, നല്ല പോത്തുകറി വേണമായിരുന്നു. നിനക്ക് പോത്താണോ മീനാണോ അതിന്റെ കൂടെ ഇഷ്ടം? എനിക്ക് അങ്ങനെയൊന്നുമില്ല. ആഹാ, അടിപൊളി അല്ലേ? ആ, കൊച്ചു കഴിച്ചോക്ക്. ഓ, സൂപ്പർ. കുഞ്ഞാറ്റ ടേസ്റ്റ് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അതിൽ വേറൊരു അപ്പീലില്ല, വർത്താനും ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ ഗ്യാസ് എല്ലാം ഉള്ളിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി പാത്രങ്ങൾ കുറച്ച് കഴുകണം. കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പായിക്ക് കൊച്ചു വിളമ്പിക്കും. അപ്പോൾ നമുക്ക് കഴിച്ചു കഴിഞ്ഞുമല്ലേ പോവാം അല്ലേ? അപ്പോൾ തുണികളും കൂടി ഉണങ്ങണം കേട്ടോ. അവിടെ തുണികൾ ഇട്ട് ഉണങ്ങുന്നുണ്ട്. എങ്ങനെയുണ്ട് ചിക്കൻ കറി? അടിപൊളി. സത്യസന്ധമായിട്ട് പറഞ്ഞോളൂ. അടിപൊളി. ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തി കഴിപ്പിക്കല്ലോ. കുഞ്ഞാറ്റ് പറ, കുഞ്ഞാറ്റെ എങ്ങനെയുണ്ട്? കുഞ്ഞാറ്റെ സൂപ്പർ അല്ല കറി? കപ്പ എങ്ങനെയുണ്ട്? എല്ലാരും പറയും അമ്മക്ക് കുക്ക് ചെയ്യാൻ അറിയില്ലാന്ന്. ഞങ്ങള് കൊച്ചു ഗുണ്ട അങ്ങോട്ട് ഇറങ്ങും കേട്ടോ. അതായത് നമ്മുടെ ഫുഡ് കഴിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങള് വണ്ടിയിൽ കയറിട്ടോ. അടിപൊളി, ഒരു രക്ഷയില്ല. തുണികളെല്ലാം ഉണങ്ങിയെടുത്തു. തുണി കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങളിവിടെ നല്ല ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, ആ ഗ്രൗണ്ടിലിട്ട് ഉണക്കിയൊക്കെ എടുത്തു കേട്ടോ. മുന്തിരി വേണോ? പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച കറി അതായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ വേറൊരു കറിയാണ് ഇതിലൂടെ ഉദ്ദേശിച്ചത്. പക്ഷേ അത് കിട്ടില്ലാത്തതുകൊണ്ടും ഇവിടെ ചോദിച്ചാൽ അടി കിട്ടുന്നത് കാരണം ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ നമ്മളിവിടെ അതായത് ഉദയപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ചെറിയൊരു എന്താ പറയാ വുഡൻ ബ്രിഡ്ജ് ഉണ്ട്. അപ്പൊ അതും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് കാണാൻ പോവാം. അതിന്റെ തൊട്ടടുത്തായിട്ടൊരു ബീച്ചും ഉണ്ട്. അതെ, ഞങ്ങൾ പറയുന്ന അവിടെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ബ്രഹ്മാപൂർ എന്ന് പറഞ്ഞ ഒരു വില്ലേജിലാണ് ഉള്ളത് കേട്ടോ. അന്ന് നേരത്തെ നമ്മൾ കണ്ടതുപോലത്തെ തന്നെ ഇവിടെയും ചന്തയുണ്ട്. ഞായറാഴ്ച ചന്ത. അത് കണ്ടോ, ഫുള്ള് തിരക്കാണേ. ഇവിടെ എല്ലാ സാധനങ്ങളും നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ തന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ വില കുറച്ച് തന്നെ കിട്ടും കേട്ടോ. പശുക്കൾ നമ്മളിവിടെ ഇടിയാണല്ലോ കണ്ടോ. അത്യാവശ്യം അതുപോലെ തന്നെ കുറച്ചും കൂടി നീളം കൂടിയ ചന്തയാന്ന് തോന്നുന്നില്ലേ? ആളും കൂടുതലാണ്. ചന്ത വലിയ ചന്തയാണ് കേട്ടോ. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങണോ? ഇനിയിപ്പോ ഇറങ്ങിയാൽ നമുക്ക് ബ്രിഡ്ജ് കാണാൻ പോകാൻ പറ്റില്ല, ലേറ്റ് ആവും. ഇതില് വേറെ പ്രത്യേകം എന്താ അറിയോ? അതായത് ചേട്ടാ, അതായത് നമ്മുടെ നാട്ടിലും ഉണ്ട് ഇതേപോലത്തെ സംഭവങ്ങള്. ആണോ? നമ്മുടെ വയനാട്ടിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ചില സ്ഥലത്ത് ചൊവ്വാഴ്ച ചന്ത, വെള്ളിയാഴ്ച ചന്ത അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഏതെങ്കിലുമൊക്കെ ഇതില് ഉണ്ടോന്ന് നമുക്ക് അറിയില്ല കേട്ടോ. നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അതെ, നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അതായത് നമ്മുടെ എന്റെ അമ്മ വീട് തലയോലപ്പറമ്പാ, വൈക്കം. അപ്പൊ ആ തലയോലപ്പറമ്പില് അവിടുത്തെ ചന്തയിൽ പോയ ഇതേപോലെ ഞായറാഴ്ച ദിവസമാണോ ചൊവ്വാഴ്ച ദിവസമാണോ എന്നറിയില്ല, ഞായറാഴ്ചയാന്ന് തോന്നുന്നു. ഒരു മെയിൻ ദിവസമാണ് ചന്ത ദിവസം. അപ്പൊ നമ്മൾ പോകുന്നത് ശരിക്കും ഗോപാൽപൂർ ബീച്ചിലേക്കാണ് കേട്ടോ. അവിടെയാണ് വരുന്നത് ഈ വുഡൻ ബ്രിഡ്ജും കാര്യങ്ങളെല്ലാം. അപ്പൊ നമ്മൾ ബീച്ചിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ ലേറ്റ് ആയിട്ടോ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞങ്ങൾ എന്താണ് കൂടുതലും ബീച്ച് തന്നെ കാണിക്കുന്നത്. നമ്മളിപ്പോ ഈ എന്താ പറയാ വെസ്റ്റ് ബംഗാളിന്റെ ആ ഒരു സൈഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. നാഗാലാൻഡിലേക്ക് ബെസ്റ്റ് റൂട്ട് അതാണെന്ന് എനിക്ക് തോന്നുന്നു. അത് തന്നെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ബീച്ചുകൾ കൂടുതൽ കാണിക്കുന്നത്. അപ്പൊ ആർക്കെങ്കിലും ബീച്ചും കാര്യങ്ങളൊന്നും കാണാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മളത് വീഡിയോയിൽ മാക്സിമം കുറയ്ക്കുന്നതായിരിക്കും. ഇതിപ്പോ നമ്മളൊരു ഗ്രാമത്തിൽ കൂടിയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്, ഗോപാൽപൂർ ബീച്ചിലേക്ക്. അതെ, നല്ലൊരു ഗ്രാമം അല്ലേ? പക്ഷെ നല്ല തണുപ്പുണ്ട് ഇവിടെ. നല്ല തണുപ്പും അടിപൊളി. ഇന്നലത്തേക്ക് രാത്രി ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര ചൂടായിരുന്നു. ഇപ്പൊ ഇത് നല്ല 6 മണിയൊക്കെ ആവാനാവുന്നു. അപ്പത്തേക്ക് നല്ല കാറ്റിലൊക്കെ നല്ല തണുത്ത കാറ്റാട്ടോ അടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ബ്ലോക്കിൽ പെട്ട് ഇവിടെ എത്തിട്ടോ. ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അല്ല, അതിൽ മെയിൻ ഒരു കാര്യം എന്താണെന്ന് അറിയാം, നമ്മൾ പോകുന്ന വഴിയുണ്ടല്ലോ, ആ വഴി അവിടെ മെയിൻ റോഡ് ഉണ്ടല്ലോ, ആ റോഡ് തന്നെ പോലീസുകാർ ബ്ലോക്ക് ചെയ്തേക്കാം. മലയാളം ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളെ ഫോട്ടോ ആയിട്ട്. താങ്ക് യു.
ഈ അമ്മ ഞങ്ങൾ ഇവിടെ കൊണ്ടുവിട്ടു. കാരണം ഞങ്ങൾ ഒരു വഴി തെറ്റി ഞങ്ങൾ ബ്ലോക്കിൽ ഇങ്ങനെ പെടുന്നതനുസരിച്ച് ഞങ്ങൾ ഓരോ വഴി കൂടെ കയറ്റി അത് റോഡ് സൈഡിൽ ഫുള്ള് ബൈക്ക് പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഫുള്ള് കാറും ബൈക്കും ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. സംഭവം എന്താ നമുക്ക് ഒരു പിടുത്തവും ഇല്ല കേട്ടോ. കുറേ ഞങ്ങൾ ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഇവരൊന്നും പറഞ്ഞു തരുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ടപ്പോൾ അവർക്ക് വിഷയം അതും അറിയില്ല. ഇവിടെ ഇവരുടെ തന്നെ എന്തോ ആഘോഷമാണ് നടക്കുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോയി നോക്കാവേ. അങ്ങനെ ഞങ്ങൾ ബീച്ചിന്റെ അടുത്തേക്ക് എത്തിയിട്ടോ. ഇങ്ങറ്റം തൊട്ട് അങ്ങറ്റം വരെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിറച്ച ആൾക്കാരുണ്ട്. സംഭവം എന്താന്ന് മാത്രം ഞങ്ങൾക്ക് ഇതുവരെ പിടിയിട്ടില്ല കേട്ടോ. എന്തായാലും ബീച്ചിന്റെ അടുത്ത് എത്തിയപ്പോഴും ബീച്ചൊന്നും കാണുന്നില്ലെങ്കിലും കടകൾ ഒരു 90% കടകളാട്ടോ ഇവിടെ കാണുന്നത്. എന്തായാലും പോയി നോക്കാല്ലേ. അങ്ങനെ ഞങ്ങള് ബീച്ചിലെത്തിട്ടോ. ഇരട്ടത്ത് ബീച്ച് കാണിക്കുന്ന ആദ്യത്തെ വ്ളോഗേഴ്സ് നമ്മളായിരിക്കും. കാരണം ഇവിടെ എത്തിയവരെങ്കിൽ പാദയാത്രയായിട്ടോ. ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് തന്നെ ഫുള്ള് തിരക്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇവിടെ എന്താണെങ്കിലും നോക്കിയാൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. എന്താണ് പ്രോഗ്രാം എന്ന് ദൈവം സഹായിച്ച് മനസ്സിലായിട്ടില്ല. അങ്ങോട്ട് പോയി നോക്കാം, കുഴപ്പമില്ല. അതെ. അങ്ങനെ രാത്രി വീഡിയോ എടുക്കുന്ന ആദ്യത്തെ വ്ളോഗേഴ്സ് നമ്മളാണ്. രാത്രി എല്ലാരും വീഡിയോ എടുക്കുന്നുണ്ട്. ബീച്ചിലെ രാത്രിയും വ്ളോഗ് എടുക്കുന്നത്. കുഞ്ഞാറ്റി തണുക്കുന്നുണ്ടെന്നാണ് കുഞ്ഞാറ്റി സെറ്റർ കാണാമല്ലോ. അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അതാണ് ലൈറ്റ് ഹൗസ്. അത് ലൈറ്റ് ഹൗസ് അല്ലാത്തൊരു ലൈറ്റ് അവിടെ കണ്ടു കേട്ടേ. അത് കേട്ടേ കണ്ടില്ല. അവിടെ തിരിഞ്ഞു നോക്ക്. നല്ല ഭംഗിയുള്ള ലൈറ്റുകൾ. ഇവിടെ നിറച്ച ആൾക്കാരുമാണ് കേട്ടോ. എന്താണ് പ്രോഗ്രാം എന്ന് ആദ്യം പോയി നമുക്ക് കണ്ടുപിടിക്കാം. ഈ ബീച്ചിലുള്ള ആൾക്കാർ പ്രോഗ്രാമിന്റെ ഒന്നും അല്ല ഈ പ്രോഗ്രാമിന് വന്ന ആൾക്കാരായിക്കൂടെ. ഇനിയും വരാം. നമുക്ക് അവിടെ എന്തായാലും പോയി നോക്കാവേ. ഇത് കണ്ടോ, ഒട്ടകത്തിന്റെ മേളിൽ റൈഡ് പോകുന്നുണ്ടോ. ഒട്ടക റൈഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അത് പൊളിച്ച് അത് നൈറ്റില് എന്താ ബീച്ചിന്റെ സൈഡിൽ കൂടെ ഒട്ടക റൈഡൊക്കെ പോവാന്ന് അടിപൊളിയാണല്ലേ. അവിടെ ഒരെണ്ണം കൂടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഒട്ടകം മാത്രല്ല കുതിരയുണ്ടല്ലേ. 3 കുതിരയും 2 ഒട്ടകം. മറ്റേ അവിടം വരെ കൊണ്ടുപോയിട്ട് ആ ചേട്ടൻ ഇപ്പൊ തന്നെ സമയമൊന്നും ആയിട്ടില്ലല്ലോ. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ ഒട്ടകത്തിന് ഒരുക്കിയേക്കുന്നൊക്കെ കാണാൻ. കൊള്ളാം. അപ്പൊ കുഞ്ഞാറ്റയ്ക്ക് ഒരു ഫോണ് മേടിച്ചു കൊടുത്തത്. കുഞ്ഞാറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഫോണ്. ഹെൽത്തിയാണ്. ഇവിടെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കുഞ്ഞാറ്റ കാണുമ്പോഴേ അങ്ങോട്ട് ത്വര വരുന്നതിന് മുന്നേ ഇത് മേടിച്ചു കൊടുത്തേക്ക് കുഴപ്പമില്ല. പ്രശ്നം കഴിഞ്ഞു. ആൻസിക്ക് വേറൊരു കാര്യം അറിയാം. അതായത് ഈ ബീച്ച് എന്ന് പറയുന്നതേ എന്താണ് ഒരു പ്രത്യേകതയുള്ള ബീച്ചാ. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഒരു പ്രധാന തുറമുഖമായിരുന്നു ഇത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട്. അതേപോലെ ഇവിടെ സാംസ്കാരിക സമ്മേളനങ്ങളും അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ചെറിയൊരു പ്രോഗ്രാമും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക. ആ ലൈറ്റ് നോക്കി കൊള്ളാം. ഇത് നോക്കി വരുമോ. കൊള്ളാം അല്ലേ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ സൂര്യ അസ്തമയം കാണായിരുന്നു ഇവിടെ വന്നിരുന്നെങ്കിൽ. പക്ഷെ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് രാത്രി നമ്മളൊരു സ്ഥലം പ്ലാൻ ചെയ്ത് വരും. അതാണ് ഞങ്ങൾ മെയിൻ ആയിട്ടുള്ള വിഷയം കേട്ടോ. നടക്കൂല. കാരണം ചിലപ്പോ എല്ലാ ബ്ലോക്കിലും വിടും, അല്ലെങ്കിൽ ലേറ്റ് ആവും. രസമുണ്ട്. ഇന്ന് ഗൂഗിൾ മാപ്പ് കുറെ തിരിച്ചു. കാരണം ആ വഴി അവിടെ ബ്ലോക്ക് ചെയ്തതുകൊണ്ട് ഒരുപാട് തിരിച്ചാ വിട്ടു കേട്ടോ. നമുക്കിപ്പോ 1 കിലോമീറ്റർ ഇങ്ങോട്ട് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അതെ. പക്ഷെ നമ്മളെ തിരിച്ച് നമ്മൾ ഒരുപാട് കറങ്ങി തിരിഞ്ഞാണ് ഇവിടെ എത്തിയത്. ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. കൾച്ചറൽ പ്രോഗ്രാമാണ്. മിനിസ്റ്റർ ഓഫ് കൾച്ചർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ബാക്കി അടിയിൽ എന്താ എഴുതിയേക്കുന്നത്. പുലികളിയല്ലേ. പുലികളിയല്ലേ ഇത്. പുലികളി പോലെ എന്തോ. പുലികളിയല്ല, അതുപോലത്തെ എന്തോ ഒരു കളിയില്ലേ. എന്തോ ഒരു സംഭവമാണ്. ഒരു തീം കാണുമായിരിക്കും. അതെ അതെ. മേഡത്തെ ലൈറ്റ് ആയിരിക്കും ഇഷ്ടപ്പെട്ടെ. അത് കൊള്ളാം. കൊള്ളാല്ലേ. എളിമേളിലേക്ക് കയറുന്നുണ്ട് അവര്. ഞണ്ട് സാധനങ്ങളെല്ലാം തൂങ്ങി കിടക്കുന്ന കേട്ടോ ഞങ്ങൾ ഇവിടെ വന്നത്. പക്ഷേ ഈ വേറെ കാര്യമുണ്ട്. ഇവരുടെ വേറൊരു ടൈപ്പ് മസാല ആയിരിക്കും. മസാല നമുക്ക് ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ. കഴിക്കായിരുന്നു. ഞണ്ട്, ചെമ്മീൻ, എന്തോ ഒരു മീന്. ചിക്കൻ ഉണ്ട്. അപ്പത്ത് ചിക്കൻ വിങ്സ് എന്തൊക്കെയാണ്. കൈ കൊണ്ടൊക്കെ എടുത്ത് അങ്ങനെ മാറിയൊക്കെ അങ്ങോട്ട് എന്നുള്ള രീതിയിലൊക്കെയാണല്ലോ. അപ്പൊ ആൻസി നമുക്ക് മെല്ലെ തിരിച്ചു പോവാ അല്ലേ. അതെ. നമ്മള് വുഡൻ ബ്രിഡ്ജ് ഒക്കെ കാണാൻ വന്നിട്ട് ബ്രിഡ്ജും ഇല്ല, ഒന്നുമില്ല.
അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഈ പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് ഫുൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്തായാലും ഇവിടുന്ന്. ഇനി നമ്മൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണേണ്ടല്ലോ, വീഡിയോ നമുക്ക് ഇപ്പൊ ക്ലോസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് നമ്മൾ ഇനി ഇറങ്ങണമെങ്കിൽ എണ്ണ മറിക്കും. ഹൈവേന്ന് കാര്യം 20 കിലോമീറ്റർ ഉള്ളു, പക്ഷെ ആ 20 കിലോമീറ്റർ കിടന്ന കിടപ്പ്. അതും ഫുള്ള് നമ്മളെ ഈ ബീച്ചുകളിലേക്കൊക്കെ വരുന്നതിന് വേറൊരു പ്രത്യേകത എന്താ അറിയോ, ഇത്തിരി വഴിയുള്ളൂ ചെറിയ ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടി. അതോ ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടി കുഞ്ഞു കുഞ്ഞു വഴി കൂടെ ഇതിൽ കൂടെ കയറിക്കോ, ഇതിൽ കൂടെ കയറിക്കോ. അവിടെ ബ്ലോക്ക് ചെയ്തോണ്ടാണ് അങ്ങനെ കയറ്റി വിട്ടത്. ഈ സൈക്കിളൊക്കെ പോകുന്ന അല്ല ബൈക്ക് പോകുന്ന റൂട്ടിൽ കൂടെ ഒക്കെ നമ്മളെ അടുത്ത് പോയിക്കോളാം. നമ്മള് വണ്ടിയും കൊണ്ട് പോയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വണ്ടി, ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി, ആകെ അവരെ തെറി നമ്മളും കേൾക്കണം, നമ്മുടെ തെറി അവരും കേൾക്കണം. പിന്നെ നമുക്ക് എന്തായാലും തെറിയൊന്നും കേൾക്കാണ്ടേ എല്ലാം പോവാ, അതാ നല്ലത്. അപ്പൊ നമ്മളങ്ങനെ ഒരു വിധത്തില് ഞങ്ങള് വണ്ടിയിലെത്തി കേട്ടോ. ഞങ്ങള് വണ്ടി നിർത്തിയിട്ട് കുറേ ദൂരം നടന്നു പോയതേ. എന്തായാലും സംഭവം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? പക്ഷേ പിന്നെ വേറൊരു കാര്യം കണ്ടോ, ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം, കുഞ്ഞാനൊന്നും ചെയ്യണ്ട, ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാല് കയ്യെ കിടക്കുന്ന സാധനം കാണിക്കുക 10 രൂപ, ഏതെടുത്താലും 10 രൂപ. ഇവിടെ അങ്ങനത്തെ കൊറേ ഷോപ്പുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ കുഞ്ഞാൻ്റെ ഞങ്ങളൊരു കുഞ്ഞൊരു വളയും അതുപോലെ മുടി കെട്ടാനുള്ള ഒരു കുഞ്ഞു ബണ്ണിന്റെ ഒരു സെറ്റും വാങ്ങിക്കൊടുത്തു കേട്ടോ. അതന്നെ അതുപോലത്തെ ഒരു സാധനം തന്നെ കേട്ടോ അത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ഈ ബീച്ചിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? എന്താ, ഫുൾ ടൈം അല്ല, ഈ ബീച്ച് ഒരു 9 മണിയാകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും. അപ്പൊ ആ ക്ലോസ് ചെയ്യുന്ന ടൈം വരെ അവിടെ ഫുൾ പോലീസുകാരുണ്ട്. ഒന്നും പേടിക്കണ്ട, ലേഡീസിനാണെങ്കിൽ പോലും ഒന്നും പേടിക്കാണ്ട് ധൈര്യമായിട്ട് വരാം കേട്ടോ. ഗോപാൽപൂർ ബീച്ച് ഓൺ ദ ബീച്ച്. അതേപോലെ തന്നെ പോലീസുകാരും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇനി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ളതാണോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ. പോലീസുകാരുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അവിടെ എന്താ ലേഡീസ് ആണെങ്കിലും ഇഷ്ടമായൊരു ലേഡീസും കാര്യങ്ങളുണ്ട്, ലേഡീസ് പോലീസുകാരും. അതെ, പ്രോഗ്രാം നടക്കുന്നിടത്തും ലേഡീസ് ഉണ്ട്. ലേഡീസിന്റെ പ്രോഗ്രാം ഒക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൂടുതൽ ഷൂട്ട് ചെയ്യാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാല് അവിടെ വേറെ സൈഡില് പാട്ട് വെച്ചിട്ടുണ്ട്, പാട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ഒരു വീഡിയോ പോയതാണ്. ഇനി ഞങ്ങൾക്ക് കളയാൻ വയ്യ. അതെ, അതിനുശേഷം നമുക്കാണെങ്കിലും വീഡിയോയ്ക്ക് വലിയ വ്യൂസ് ഒന്നും വരാതെ ഭയങ്കര ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കാരണം ഇനി അത് വീഡിയോ ഇട്ട് പിക്കപ്പ് ആകണം, സ്ട്രൈക്ക് കിട്ടിയതായതുകൊണ്ട്. അപ്പൊ നമ്മുടെ ഭാഗത്തുള്ള തെറ്റല്ലെങ്കിൽ പോലും സ്ട്രൈക്ക് നമുക്ക് വരുന്ന സ്ട്രൈക്ക് തന്നെയാണല്ലോ, നല്ല ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ യാത്രേനെയും ബാധിക്കും. അതെ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകണ്ടേ, പമ്പിൽ പോയി കിടക്കണ്ടേ? അത് ശരി, അപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാവേ. അപ്പൊ അങ്ങനെ ഞങ്ങള് പമ്പിൽ സൈഡാക്കി. നമ്മൾ അവിടുന്ന് ബീച്ചിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ പോലും പോകുന്നില്ല കേട്ടോ. അതിന് മുമ്പ് നമുക്ക് സൈഡാക്കാൻ പറ്റി. 7 ആയതേ ഉള്ളൂ അല്ലേ? സംഭവത്താണ് നമ്മളൊക്കെ ആകാശത്ത് കൂടി പോണ ചന്ദ്രനെയും സൂര്യനെയൊക്കെ നോക്കി വർത്താനല്ല, മറ്റേ സമയം പറയുന്ന ആൾക്കാരുടെ പരമ്പരപ്പെട്ട ആൾക്കാരാ. അതെ, നക്ഷത്രത്തിനെ നോക്കി പറയുന്നത്. അപ്പൊ ഞങ്ങളുള്ളത് മണ്ഡ്യാപ്പള്ളി, ഒഡീസയിലെ മണ്ഡ്യാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഉള്ളത് കേട്ടോ. അപ്പോ ഞങ്ങളൊരു ജിയോയുടെ പമ്പില് സൈഡാക്കി. അപ്പൊ ഈ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോസും ആയിട്ട് വരുന്നോട് വരെ ഫ്ലൈങ് കിസ് കൊടുത്തേര്.